Hi viewers, welcome back to Nino's Dreamy Creations. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഇതുപോലത്തെ ബട്ടർഫ്ലൈ ഹെയർ ആക്സസറി ആണ് കേട്ടോ. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സെൻറ്റർ ക്ലിപ്പായിട്ടും അല്ലെങ്കിൽ സൈഡിലായിട്ടോ അങ്ങനെ ടീയാരായിട്ടോ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പല മോഡലിൽ പല വെറൈറ്റി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് ഈ ഒരു മോഡലാണ്. അപ്പം കൂടുതൽ മോഡൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എളുപ്പമാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് അധികം പൈസ ചിലവുള്ള ഒരു കാര്യമല്ല കേട്ടോ. കുറച്ച് ബീഡ്സ്, അതേപോലെ പിന്നെ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കമ്പിക്കാണ്, കോപ്പർ വയറിനാണ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് അങ്ങനെയൊക്കെ അത്രയേ ഉള്ളൂ വരിക. അപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ നമുക്ക് പൈസ കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറിയാണ്. പിന്നെ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ കുറച്ച് ബട്ടർഫ്ലൈയുടെ സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെൻസിലൊക്കെ എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ പോയിട്ട് അത് കണ്ടു നോക്കുക, ഞാൻ എങ്ങനെയാണ് ഈ സ്റ്റെൻസിലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന്. നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, എന്താ പറയുക, വുഡിൻ്റെയൊക്കെ ഇതേപോലത്തെ സ്റ്റെൻസിൽസ് കിട്ടും. പക്ഷേ നമുക്ക് അത് കിട്ടുകയാണെങ്കിലും ഒന്നോ രണ്ടോ മോഡൽസ് മാത്രമല്ലേ കിട്ടുക. ചിലപ്പോൾ അത് ഒരാളടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്നും മറ്റൊരാളടുത്ത് ഉണ്ടാവില്ല. അപ്പം നമ്മളിത് തപ്പിപ്പിടിച്ച് പോയിട്ട് വേണം നമ്മൾ ഈ സ്റ്റെൻസിൽസൊക്കെ മേടിക്കാനായിട്ട്. പക്ഷേ അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് നടക്കാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പുതിയ പുതിയ മോഡൽസൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റെൻസിലും ഉണ്ട്. അതായത് ഈ ഒരു നമ്മുടെ ഈ സ്പ്രൈറ്റിൻ്റെയോ അല്ലെങ്കിൽ കൊക്കക്കോളയുടെയൊക്കെ ഓരോ ബോട്ടിൽ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മോഡലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വലിയൊരു ബട്ടർഫ്ലൈയും അതിൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വലിപ്പം വേണ്ട, കുറച്ച് കുഞ്ഞിതാ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറുതും അതിന് മുകളിൽ ഒരു ചെറുത് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ചെറുതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ വേറെ കുറച്ച് വാലുള്ള ടൈപ്പ് കണ്ടില്ലേ, ഈ ഒരു വാലുള്ള ടൈപ്പ് ബട്ടർഫ്ലൈയും വലുതും അതിൻ്റെ ചെറുതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ഈ ഒരു സ്റ്റെൻസിൽ ഉണ്ടാക്കുന്ന വീഡിയോയിൽ നമ്മുടെ ബട്ടർ പേപ്പർ അല്ല, മറ്റേ ട്രേസിങ് പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു ട്രേസിങ് പേപ്പർ നമ്മുടെ കാർബൺ പേപ്പർ, വൈറ്റ് കാർബൺ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മുടെ സ്പ്രൈറ്റിൻ്റെ ആ ബോട്ടിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നി അതിനെയും കാട്ടിയും കുറച്ചുകൂടി എളുപ്പം നമ്മുടെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, ആ ബട്ടർ പേപ്പറിൽ നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അതിന് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് നമ്മൾ ഇതേപോലത്തെ നമ്മളെ ബോട്ടിലിന് ഒരു ഷീറ്റാണല്ലോ കിട്ടുക, ആ ഷീറ്റിൽ ഇതിനെ ഈ ബട്ടർ പേപ്പറിനെ വരച്ച ബട്ടർ പേപ്പറിനെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വരച്ചിട്ട് കേട്ടോ. ഇതേപോലെ ഇപ്പോൾ ബട്ടർഫ്ലൈനെ വരച്ചിട്ടുണ്ടാവും, അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഏകദേശം ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിനെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതാണ് ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ നമ്മുടെ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്, അതായത് കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിലാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. സാറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ, നല്ല നല്ല ക്വാളിറ്റിയുള്ള തുണി തന്നെയാണ്. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. ഇതന്നെ നമുക്ക് പല കളറിൽ അവൈലബിൾ ആണ്, കണ്ടില്ലേ, വൈറ്റ്, അങ്ങനെ വൈറ്റും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ സോൾഡറിങ് മെഷീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് 4mm നമ്മുടെ കോപ്പർ വയറാണ്, അത് സിൽവർ കളറാണ് എടുത്തിട്ടുള്ളത്, അത് ആവശ്യമാണ്. പിന്നെ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് എന്താ പറയുക B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള നമ്മളുടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് ഗ്ലൂ ഗണ്ണാണ്, അപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ കത്രിക അല്ലെങ്കിൽ വയർ കട്ട് ചെയ്യാനായിട്ട് കട്ടർ, അങ്ങനെ. പിന്നെ നമ്മൾ ഇതിന് കുറച്ച് ബീഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വൈറ്റ് ബീഡ്സും അതേപോലെ തന്നെ റെഡ് കളറിലുള്ള ബീഡ്സുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ.
അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു ഇതുണ്ടാവുക. എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇത് വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ തോന്നും. അപ്പോൾ അതിനൊക്കെ കൂടിയാണ് കേട്ടോ നിങ്ങളോടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുക, ഇല്ലെങ്കിൽ വേണ്ട, ഓക്കെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം ഞാൻ പിന്നെ അടുത്തത് ചെയ്യുമ്പോൾ ഒന്നുകൂടി ബെറ്ററായി ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബട്ടർഫ്ലൈസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പക്ഷെ കാണിച്ചിരുന്നതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പിന്നെ ഇതിലിങ്ങനെ കാണിച്ചു തരുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ എനിക്ക് കിട്ടാറില്ല. കാരണം ക്യാമറ നമ്മുടെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് മുട്ടി ഇതാവുമ്പോൾ എനിക്കത് കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ക്യാമറ ഫോണില്ലാതെ കുറച്ച് ഇപ്പുറത്ത് മാറിയിട്ട് ഞാൻ ഒന്നുകൂടി ചെയ്തെടുത്തതാണ് ഈ ഒരു ബട്ടർഫ്ലൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് കാണിക്കാം. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മളുടെ ഈ ഒരു എന്താ പറയുക സോൾഡറിങ് മെഷീൻ നമുക്ക് ഓണാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഓണാക്കട്ടെ. അപ്പോൾ ഞാനിതിവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചിട്ടുള്ളത് 350 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. നമ്മുടെ ഇതാണ്ടില്ലേ ഈ ഒരു ആരോ മാർക്ക് വരുന്നത് 350 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ അത്രയും പെട്ടെന്ന് നമ്മൾ തുണി ആയതുകൊണ്ട് കുറച്ചുകൂടിയും പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് അങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇത് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഇതുപോലെ കേക്കിൻ്റെ ഒരു ഇത് കിട്ടില്ലേ, അതെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഞാൻ എപ്പോഴും ഞാൻ ഈ ഒരു പാഡ് വെച്ചിട്ട്, നമ്മുടെ റൈറ്റിംഗ് പാഡാണ്, പക്ഷെ അതിൽ കുറേ നമ്മുടെ ഫോം ഷീറ്റ് വരച്ച് അതിലിങ്ങനെ ഒരു ഇത് പാടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ ചെയ്യാമെന്ന്. നോക്കി നോക്കട്ടെ, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതെടുത്തിട്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പം നിങ്ങൾക്കും മനസ്സിലാവുമല്ലോ ഇത് കറക്റ്റായിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്കും അറിയാനായിട്ട് പറ്റും. അപ്പം ഞാനത് സംഭവം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സോൾഡറിങ് മെഷീന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്ലോത്ത് ഞാൻ എന്താ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു കേട്ടോ. അതിനുശേഷം നമുക്ക് ഏത് ഷേപ്പാണോ കട്ട് ചെയ്തെടുക്കാനുള്ളത് അതിന് നമുക്ക് ഇതുപോലെ ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും അല്ലേ, നമ്മൾ ഇതിൻ്റെ ഓരത്തു കൂടെ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കുറേ റീൽസ് കാണാറുണ്ട്, അവർ വെറുതെ ജസ്റ്റ് ഒന്ന് അത്രയ്ക്ക് നല്ല നീറ്റായിട്ടെല്ലാം തോന്നുന്നു. എനിക്ക് ഫീൽ ചെയ്തത് അവർ കട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി വെറുതെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. പക്ഷെ അങ്ങനെ അല്ലാണ്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് നോക്കൂ, നമ്മുടെ ബട്ടർഫ്ലൈ കാണാനായിട്ട് ഭംഗി ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലതുപോലെ, പിന്നെ ഇത് ചൂടുള്ളതാണേ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനും ആയിട്ട്. അപ്പോൾ പിന്നെ ഇത് എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ, കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടില്ല, നമുക്ക് നോക്കൂ നല്ല നീറ്റായിട്ടാണ് നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള ബട്ടർഫ്ലൈ ഇത് കുഴപ്പമില്ല കേട്ടോ, നമുക്കിതിൽ വല്ലാണ്ട് ഇത് ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല, നല്ലത് തന്നെയാണ്, എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇനി കാർഡ്ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഇനി എടുത്തിട്ടുള്ളത് ഈ ഒരു 2 ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ഏറ്റവും ഒരു വലിയ സൈസിലുള്ളതും അതേപോലെ തന്നെ ചെറിയ സൈസിലുള്ളതുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇത് ആദ്യം ചെയ്യാനുള്ളത് ഇതുപോലെ നമ്മളിപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് എൻ്റെ ബട്ടർഫ്ലൈ എവിടെയാണ്, കിട്ടിപ്പോയി. ഇതുപോലെ ഈ ഒരു സംഭവം നമുക്ക് ചില്ലകൾ പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനാദ്യം ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിയിൽ തന്നെയാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാതെ ഇതിൻ്റെ ഈ 2 ഇടയിലായിട്ട് വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ, ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന്.
അപ്പോൾ ഞാൻ ഇത് ചെയ്യാനായിട്ട് 4mm കോപ്പർ വയറാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ഈ ഒരു ലെങ്ത്തിൽ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളുടെ ഞാനിപ്പോൾ വൈറ്റ് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വൈറ്റിൽ ഇങ്ങനെ വൈറ്റ് ഫ്ലവർ ഇതൊന്ന് ഒരു മുത്ത് കയറ്റി എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിരിച്ചു കൊടുത്തു. അതിനുശേഷം ഏകദേശം ഇത്ര ലെങ്ത് ആയപ്പോൾ വീണ്ടും ഞാനൊരു വൈറ്റ് കളറിലുള്ള ആ ഒരു ബീഡ്സ് തന്നെ വെച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. നമുക്ക് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് പേള് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള കളറ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ചെയ്തു. അതിനുശേഷം എല്ലാം കൂടിയിട്ട് ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതും ഏകദേശം ഇതുപോലൊരു 5-7 പ്രാവശ്യമൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അത് വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏകദേശം അതിൻ്റെ ഒരു ലെങ്ത്തും നോക്കിയിട്ട് നമുക്ക് അതിനെയും ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. ഓക്കെ. അതിനുശേഷം വീണ്ടും ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെ ആ ഒരു ചില്ല തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെയ്തെടുത്തു. അതിനുശേഷം ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കൂടുതലൊന്നും ഞാൻ ഇനി ഇതിൽ ചെയ്യാനായിട്ട് പോകുന്നില്ല. ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഫസ്റ്റ് ഇത് കൊടുത്തിട്ട് ബാക്കി ഇപ്പുറത്ത് വരുന്ന 2 റെഡ് കൊടുത്തിട്ടും ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ഒരു വൈറ്റ് പേളെടുത്തു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇതിൽ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു എന്നാൽ റെഡ് തന്നെ കൊടുക്കാം കേട്ടോ. നമുക്ക് ഫുള്ള് റെഡ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു വ്യത്യാസം കാണാനായിട്ട് ചിലപ്പോൾ ഭംഗി ഉണ്ടാവും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിനെയും ഇതുപോലെ പിരിച്ചെടുത്തു. ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും നമ്മൾ റെഡ് തന്നെ. അപ്പോൾ മൊത്തം ഞാൻ റെഡ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ, കാരണം അത് റെഡാണല്ലോ, അപ്പോൾ കാണാനായിട്ട് ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ റെഡ് കൊടുത്തു. വീണ്ടും ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ആ ഒരു റെഡ് കൊടുക്കാം. റെഡ് കൊടുത്തു. അതിനുശേഷം ഇതും നമ്മൾ നേരത്തെ പിരിച്ചതുപോലെ തന്നെ ഒരു കുറച്ച് ഏകദേശം ഒരു അടിയിലേക്ക് വരുന്ന രീതിയിലൊന്ന് പിരിച്ചെടുക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ വരുന്ന ഒരു രീതിയിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി വരുന്ന ഒരു ഭാഗം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ്, ഇതുപോലെയാണ് കേട്ടോ വരിക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ നമുക്കൊരു സെറ്റ് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അതുകൂടി കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒട്ടിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. നമുക്ക് നമ്മുടെ സൂപ്പർ ഗ്ലൂ ഉണ്ടല്ലോ, എന്താ പറയുക, ഗ്ലൂ ഗൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിവിടെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ്. നമുക്ക് ഓരോന്നും ചെയ്യുമ്പോഴായിട്ട് ഓരോ ഐഡിയ വരിക. എനിക്കിപ്പോൾ ഈ ഒരു ഫ്ലവർ ആ ഒരു എന്താ പറയുക, ഇത് ചെയ്തപ്പോൾ എനിക്ക് ഇതിൻ്റെ അടിയിലാണ് വെക്കാൻ തോന്നിയത്. അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെ ഒന്നുകൂടി ഇങ്ങോട്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാണാനായിട്ട് ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഇങ്ങോട്ടാക്കി വെച്ചു.
മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ ഞാൻ ഇത് കുറച്ച് ഒട്ടാനായിട്ടേ കുറച്ച് ടൈം നമ്മൾ കൊടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമാണ് അത് നല്ലപോലെ ഒട്ടി വരുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബട്ടർഫ്ലൈനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു. പക്ഷെ നമ്മുടെ B7000 തേച്ച് കൊടുത്തു. അതിനുശേഷം കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈനെ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് ഇത്ര ടൈം കാത്തിരിക്കാനൊന്നും വയ്യ എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടാനായിട്ട് നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം. അപ്പം നമുക്കിതൊരു ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇതുപോലെ ഒരു ഇതിൽ വെച്ചിട്ട് കറക്റ്റ് ആ ഒരു പൊസിഷൻ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് 2 സ്റ്റോൺ വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഈ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്ലൂ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഇതുപോലത്തെ ഇങ്ങനത്തെ നമുക്ക് ഫ്രെയിം വരുന്ന സ്റ്റോൺസ് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ 2 മതി കേട്ടോ. ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ 2 വെക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു 2 നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാന്നറിയോ, നമുക്ക് നേരിട്ടിട്ട് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടല്ലോ അതിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. മറ്റേത് നമ്മൾ ഫെൽറ്റ് ഷീറ്റ്, ഞാനിതിൽ ഫെൽറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടി കുറച്ചുകൂടി ഒരു ഇതായില്ലേ, ഹൈറ്റായിട്ട് വരും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നേരിട്ട് ഈ അലിഗേറ്റർ ക്ലിപ്പ് നമുക്ക് പല വലുപ്പത്തിലും കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ചെറിയ അലിഗേറ്റർ ക്ലിപ്പാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിൽ ഞാൻ ഇങ്ങനെ കുത്തനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നീളത്തിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാമെന്ന്. അപ്പം അതിനായിട്ട് നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഞാനിപ്പോൾ ഇതിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഫോം ഷീറ്റ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. ഈ ഒരു ബട്ടർഫ്ലൈനെ ഇതേപോലെ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നോക്കൂ എന്ത് ഭംഗിയായിട്ടാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുള്ളത്. ഇത് ശരിക്കും കറക്റ്റ് ഒട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കും കേട്ടോ. കണ്ടില്ലേ? ഇത് നല്ലപോലെ ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ തന്നെ പറയൂ, ഫസ്റ്റ് ഞാൻ ആദ്യം ഉണ്ടാക്കിയതാണോ കാണാനായിട്ട് ഭംഗി, ഇതാണോ ഭംഗിയെന്ന്. അപ്പം നമ്മൾ എങ്ങനെ അറിയോ, നമുക്ക് ഓരോ തവണ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ കൂടുതൽ നമുക്ക് ഐഡിയാസ് കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇപ്പം ചെയ്തതിനെക്കാട്ടി ഒന്നുകൂടി ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് മനസ്സിലായത് ഇതിനെക്കാട്ടി കുറച്ചുകൂടി കാണാനായിട്ട് ഭംഗി ഇതാണെന്നാണ്. കാരണം നോക്കിക്കോളൂ, നീറ്റ് വൈസ് ആയിട്ടായാലും ഇതെന്താ അറിയോ സംഭവം, ഞാനിത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ സൈഡൊക്കെ ഒന്ന് കുറച്ച് ഇങ്ങനെ ഇതാവുന്നു. പക്ഷെ അത് പോരില്ല കേട്ടോ, നമ്മൾ എത്ര പിടിച്ചു വലിച്ചാലും പോരില്ല. പക്ഷെ എന്നാലും ഇവിടെ ആ ഒരു നീറ്റ്നെസ് എനിക്ക് കിട്ടാത്ത പോലെ തോന്നി. ഞാൻ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ നീറ്റ് വൈസ് നല്ലതാണ്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ എനിക്കിതാണ് ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങൾക്ക് ഈ 2 ബട്ടർഫ്ലൈസിൽ ഏതാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നമ്മുടെ
ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് കേട്ടോ എനിക്കിഷ്ടമായത്. ഇതിൽ നോക്കുമ്പോൾ കണ്ടില്ല, നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് കാണുകയും ചെയ്യും. ഇതാവുമ്പോൾ ഇങ്ങനെ അലിഗേറ്റർ ക്ലിപ്പ് കാണൂല്ല. നല്ല എന്താ പറയുക, കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കിയത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഐഡിയകൾക്കനുസരിച്ച് ഓരോ മോഡൽസും നിങ്ങൾ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഞാനിത് വെറും എൻ്റെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ ഇതിൽ കൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എന്നെ പോലെ തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ എന്നെക്കാട്ടും കൂടുതലായിട്ട് നല്ല നല്ല ഭംഗിയിൽ നിങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫോട്ടോ അയച്ചു തരൂ കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ അയച്ചു തന്ന ഈ ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത ഫോട്ടോസ് അയച്ചു തരിക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.